ഞാൻ ഒരു BSc നഴ്സാണ്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എനിക്കൊരു ഗവൺമെൻറ് ജോബ് വേണം എന്നുള്ളത്. ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് PSc എക്സാം മുതൽ ഞാൻ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ജോലി കിട്ടിയില്ല. എൻ്റെ റാങ്ക് ലിസ്റ്റ് കാലാവധിയായി പോവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്ന് അപ്പോൾ എനിക്ക് DME സ്റ്റാഫ് നേഴ്സ് എന്ന തസ്തികയിൽ തന്നെ ജോലി തരണമെന്ന് മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചു. അങ്ങനെ ഞാൻ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി തീരാൻ നവംബർ 15 തീരുമായിരുന്നു. അതിന് മുന്നേ നവംബർ 11 എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ 10-ാം തീയതി എനിക്ക് PSCയിൽ നിന്ന് അഡ്വൈസ് വന്നു. എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ തന്നെ മാതാവ് എനിക്കൊരു ഗിഫ്റ്റായിട്ട് തന്ന അഡ്വൈസായിരുന്നു ഇത്. DME സ്റ്റാഫ് നേഴ്സ് എന്ന തസ്തികയിൽ ജോലിക്ക് വേണ്ടിയുള്ള അഡ്വൈസായിരുന്നു അത്. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ റാങ്ക് 1519 ആയിരുന്നു. നാട്ടിലധികം ആൾക്കാർ എഴുതിയതായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് EWS എന്ന ടേൺ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ കുട്ടികൾക്ക് ജോലിക്ക് കയറുന്ന സമയത്ത് പുതിയ EWS സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിയമം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടിയിൽ നിയമം വെച്ച ശേഷം ആ കുട്ടികൾ അതുപോലെ അതിന് വേണ്ടി ഗവൺമെൻറ്റിൽ അതുപോലെ ഹൈക്കോടതി വരെ കേസ് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത സമയത്തുള്ള സർട്ടിഫിക്കറ്റ് മതി എന്നൊരു അനുകൂല നിലപാടെടുത്തു. അത് എനിക്കും എന്നെപ്പോലെ ഒത്തിരി കുട്ടികൾക്ക് ജോലിക്ക് കയറുന്നതിന് പ്രയോജനകരമായി. അതുപോലെ എനിക്ക് അത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതിനാൽ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി തീർന്ന് ഞാൻ 4ാം ഉടമ്പടി പുതുക്കാനായിട്ട് പിറ്റേ ദിവസം നവംബർ 16 ഇവിടെ വന്നു. അപ്പം ഞാൻ അതൊരു നിയോഗമായിട്ട് അത് ഇവിടെ വെച്ചു. അത് ഡിസംബർ 5-ാം തീയതി എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആയിരുന്നു. അങ്ങനെ ഡിസംബർ 8-ന് അതിൻ്റെ അന്ന് എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ. ഇങ്ങനെ മാതാവ് എനിക്ക് ഉടമ്പടി എടുത്തുന്നതിനനുസരിച്ച് എനിക്ക് ഓരോരോ നിയമങ്ങൾ മാതാവ് എനിക്ക് സഹായിച്ച് തന്നുകൊണ്ടിരുന്നു.